ചായക്കൊപ്പം ഇതുപോലൊരു മുളക് ബജി ഒരിക്കൽ ഉണ്ടാക്കി നോക്കൂ. വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. തട്ടുകടകളിലും ചായക്കടകളിലും കിട്ടുന്ന അതേ നാടൻ സ്വാദിൽ എങ്ങനെ നമുക്ക് ഈ മുളക് ബജി വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. മുളക് ബജി എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ നെടുകെ കീറുക. എല്ലാ മുളകും നെടുകെ കീറി മാറ്റി വയ്ക്കുക. ഇതധികം എരിയില്ലാത്തതുകൊണ്ട് അതിനകത്തുള്ള അരിയൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ മുളക് ബജി. നല്ല എരിവുള്ള മുളക് ബജിയാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതിനകത്തുള്ള എരിവെല്ലാം മാറിക്കിട്ടും. ഒന്ന് കീറി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ബജി ഉണ്ടാക്കാം. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ കിടിലൻ മുളക് ബജി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയെന്ന് നോക്കാം. എല്ലാ മുളകും കീറി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ 150 ഗ്രാം കടലമാവാണ് എടുത്തിട്ടുള്ളത്. ബജി നല്ല ക്രിസ്പി ആയിരിക്കുന്നതിന് വേണ്ടി 2 സ്പൂണ് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കായപ്പൊടിയും, കായം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഉപ്പും മുളകും എല്ലാം എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടി എല്ലായിടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക സ്പൂണിട്ട്. ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആ ബാറ്റർ തയ്യാറാക്കുക. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ബാറ്റർ ലൂസായി പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് അത് കലക്കിയെടുക്കുക. നല്ല കട്ടിക്ക് വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കുക. അതിനുശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് പൊങ്ങിക്കിടക്കുന്ന തരത്തിലായിരിക്കണം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ മുളക് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരുക.
രണ്ട് സൈഡും മറിച്ചിട്ടതിന് ശേഷം വേണം എണ്ണയിൽ നിന്ന് കോരി മാറ്റാനായിട്ട്. ഇവിടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജിയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് എല്ലാ കുട്ടികളും കഴിക്കാൻ അവർക്കും ഇഷ്ടമായിരിക്കും. അടുത്തതും ഇതുപോലെ ചെയ്യുക. ബാക്കിയിരിക്കുന്ന മുളകും ഇതുപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.